ഉറപ്പായിട്ടും വരും. കഴിഞ്ഞ പ്രാവശ്യം ഇടിയും കൊണ്ടും മണ്ണും വാരി വാരിട്ട് ഓടിയാണ്. എന്തായാലും വരും. ഇന്നത്തെ പ്രാവശ്യത്തെ കമ്മിറ്റിക്കാർ ഇടിയിൽ നിന്ന് നല്ല സൂപ്പർ ഇടിയാണ് കിട്ടും. കത്ത് വായിച്ചിട്ട് തുടങ്ങിയാൽ മതിയെന്ന് കമ്മിറ്റി പ്രസിഡന്റ് ഡയമണ്ടിലേക്ക് പോയോ? സ്റ്റേജിന്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ജാനു ഇരിപ്പുണ്ടെങ്കിൽ സ്റ്റേജിന്റെ പുറകിലേക്ക് ഒന്ന് വരണം. എന്ന ഒരു കാര്യം ചെയ്യും. ജാനു ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ സ്റ്റേജിന്റെ പുറകിലേക്ക് ഞാൻ അവളെ വന്ന് കണ്ടോളാം. ഇത് അറിയില്ലെന്ന് ഞാനും ഇവിടെ വെച്ച് ശമ്പളം വായിക്കാൻ വേണ്ടി ആ കമ്മിറ്റി പ്രസിഡന്റ് അടുത്ത് പറഞ്ഞ് പുറകിലേക്ക് പോകാൻ പറഞ്ഞതാ. ഇനി മറ്റൊരു ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ മറ്റൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, അമ്പലക്കുളത്തിന്റെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ആന അല്പം വികൃതിയാണ്. സ്ത്രീകളെ കാണുമ്പോ അതല്ലെന്ന്. ഈ ആന സ്ത്രീകളെയും കുട്ടികളെയും കണ്ട ചിലപ്പോ മതവിളകി 2-3 പേരെ ചവിട്ടിക്കൊണ്ടിരിക്കും. അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, കൈതക്കാട്ടിൽ രമണന്റെയും സുഹൃത്തുക്കളുടെയും 1000+1000 20,000 അഭിവാദ്യങ്ങൾ. നിങ്ങളുടെ ഏവരുടെയും അഭിവാദ്യ ആശീർവാദത്തോടുകൂടി ഞങ്ങൾ തുടങ്ങട്ടെ. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പരിപാടിയെ ഒരു കലാപരിപാടിയായി മാത്രം കാണുക, കായികപരമായി ഞങ്ങളെ നേരിടല്ലേ എന്ന അപേക്ഷയോട് കൂടി ഞങ്ങൾ തുടങ്ങട്ടെ. ദുർഗേ വര ദുർഗേ, ദുർഗേ വര ദുർഗേ, ദുർഗേ 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 കാത്തിടേണം ദുർഗേ, കമ്മറ്റിക്കാർ കെട്ടിയിടാതെ കാശ് തരേണം ദുർഗേ, കട്ടൻ കാപ്പി തരേണം ദുർഗേ, ദുർഗേ 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 നിങ്ങൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ പരിപാടി തുടങ്ങാൻ നമുക്ക് ഇനി പിടി മേടിക്കാമെന്ന് വയ്യ. അതെന്നാ ഇന്നലെ എനിക്ക് കുറച്ച് നെച്ചോളം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പരിപാടി കഴിഞ്ഞിട്ട് കാണാതിരുന്നല്ലേ ആൾക്കാരുണ്ടായിരുന്ന. ഞാൻ മരുന്നച്ചോളം തുടങ്ങിയപ്പോൾ 2-3 പേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയൊന്നും കേട്ടോ. ഞാൻ മരുന്നച്ചോളം തുടങ്ങിയപ്പോൾ 2-3 പേരെ അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ സമയം കളയാൻ നമുക്ക് കഥയിലേക്ക് അങ്ങനെ നടക്കാം അല്ലേ? എന്റെ കഥ പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ എൻഡർ ദ ഡ്രാഗൺ എന്ന കഥയുടെ മലയാള പരിഭാഷയായ എന്റെയാണ് രാഘവ എന്ന കഥയിൽ നിന്നും മാറ്റി പറിച്ച് ചീന്തിയെടുത്ത് വെയിലത്തിട്ടുണക്കി അതിലൽപ്പം എന്തുപ്പ്, കറിവേപ്പില, കൊത്തമല്ലി, കർപ്പൂരം, അരിക്കാരം എന്നിവ ചേർത്ത് പൊടിച്ച് കുപ്പിയിലാക്കി അല്പം എള്ളുപ്പും കൂടി ചേർത്ത് ശരീരത്തെ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തുണ്ടാകുന്ന ചൊറി, ചുണങ്ങ്, ചിരങ്ങ്, കറുപ്പ്, തടിപ്പ്, കിതപ്പ് എന്നിവ മാറി സുഖം പ്രാപിക്കുന്നു. വലിയ കുപ്പിക്ക് വില 40 രൂപ, ചെറിയ കുപ്പിക്ക് 20 രൂപ. വലിയ കുപ്പി വാങ്ങിക്കുന്നതാണ് എനിക്ക് ലാഭം, ചെറിയ കുപ്പി വാങ്ങിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞേ, ഇന്ന് പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ, കോഴിക്കോട്, എന്റെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ തെക്കേ അമേരിക്കയുടെ തെക്കേ ഭാഗത്തുള്ള ഭാരതം എന്ന രാജ്യത്തെ ദുബായ് എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ ഒത്ത നടുക്കായി 600 സ്ക്വയർ മീറ്ററിൽ ഒരു മരുഭൂമി. ആ മരുഭൂമിയുടെ ഒത്ത നടുക്കൂടെ കളകുള ഭാരതപ്പുഴ. ആ ഭാരതപ്പുഴയുടെ തീരത്ത് കുളിക്കുന്നവരുടെ എത്തി നോക്കി ആ രാജ്യത്തിന് പേര് വീണു എത്യോപ്യ. ഈ എത്യോപ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യ എന്നൊരു കൊച്ചു ഗ്രാമം, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യ എന്നൊരു കൊച്ചു ഗ്രാമം. പിച്ചക്കാരൻ ഞാനും തന്നതാണോ ദൈവം തച്ചിരിന്ന് പണിതതാണോ, ദൈവം തച്ചിരിന്ന് പണി
പണിതതാണ് ദൈവം തച്ചിനിരുന്ന് ദൈവം പണിതതാണോ? ആശാനെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു തമാശ ഓർമ്മ വന്നത്. പണ്ട് ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടെ ദുബായിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പഞ്ചാബ് വിട്ട് പോവാത്ത ആശാൻ ദുബായ് ആശാൻ കഥ പറഞ്ഞു ഇല്ല ഇല്ല. അപ്പൊ നമ്മള് ദുബായിൽ പോയിട്ടില്ല. ഇല്ല. ഉറപ്പാണല്ലോ, സത്യമാണല്ലോ, നമ്മള് പോയിട്ടില്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞെ. പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയിൽ ആലപ്പുഴ കൊല്ലം ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയിൽ ആലപ്പുഴ കൊല്ലം. അങ്ങനെ ആ ഗ്രാമത്തിൽ അതിരാവിലെ തന്നെ പ്രഭാതം പൊട്ടിപ്പുറപ്പെട്ടു. പെട്ടെന്ന് ഒരു ദരിദ്ര കർഷകൻ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ദൃഢഗാത്രനും കൃതഗാത്രനുമായ അദ്ദേഹം ആരാണ്? അയാൾ മറ്റാരുമല്ല, നമ്മുടെ കഥയുടെ കഥാനായകൻ സുസ്പൻ. സുസ്പൻ അല്ല സാധ്യതയില്ല, വളരെ കുറവാണ്. സുപ്രൻ. അതുപോലെ നമ്മുടെ കഥാനായകൻ സുപ്രൻ വാതിൽ ചവിട്ടി തുറന്ന് പുറത്തേക്ക് വന്നു. വലത്തോട്ടും ഇടത്തോട്ടും നോക്കി, ആരെയും കണ്ടില്ല. ഉടനെ അവൻ അരയിൽ തിരികെ വച്ചിരുന്ന ചുണ്ടിൽ തിരികെ അല്ല, അരയിൽ തിരികെ വെച്ചിരുന്ന ഓടക്കനെടുത്ത് പുല്ലാങ്കുഴൽ വായിക്കുകയായിരുന്നു. ദർബാർ രാഗത്തിൽ ഒരു സാധനം അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്നൊരു ശബ്ദം. മുറ്റത്തൊരു മൈന. സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല. സുഹൃത്തുക്കളെ, മൈന ചാപ്പിപ്പോയി. അയ്യോ, ദൈവമേ, മറ്റൊരു മൈനക്ക് വികതി വരുത്തരുതേ. അമ്മേ, മൈനക്ക് വരുത്തരുതേ. ചമ്മിപ്പോയി മൈന. അങ്ങനെ ചമ്മി പണ്ടാരമടങ്ങിയ മൈന അതിരാവിലെ അത് സുപ്രഭാതത്തിൽ സുപ്രന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് അങ്ങ് ദൂരേക്ക് മാഞ്ഞിപ്പോയി. അത് കാക്കയല്ലേ? അല്ലേടാ, കാക്ക മുത്ത മൈനയാണ്. നിനക്കിപ്പോ കുഴപ്പമുണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് പറഞ്ഞപ്പോഴും ഞാൻ വേറൊരു തമാശ ആലോചിച്ചത്. ഒരു അടിപൊളി തസ്തയാ, നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും. ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടെ ബെൻസ് കാറിൽ ഇങ്ങനെ വരികയായിരുന്നു. ഇല്ല, അപ്പൊ ബെൻസ് പോയിട്ടില്ല, നമ്മൾ പോയിട്ടില്ല. ഉറപ്പല്ലേ, നമ്മൾ ബെൻസ് പോയിട്ടില്ല. അപ്പൊ അതാ ഞാൻ പറയുന്നത്. പാലക്കാട്, കോഴിക്കോട്, അടിമാലി, ആലപ്പുഴ കൊല്ലം പാലപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, ആലപ്പുഴ കൊല്ലം പാലപ്പള്ളി. അങ്ങനെ നമ്മുടെ കഥ തുടരുകയാണ്. പെട്ടെന്ന് ഒരു ഘോരമായ ശബ്ദം. അതിവിദൂരയിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ ഓടി വന്നു. ഒന്നുമല്ല, അതിസുന്ദരിയായ ഒരു സ്ത്രീ ഓടി വരികയാണ്. നമ്മുടെ കഥയിലെ കഥാനായിക സുസ്മേത. അമ്മിണി. അതുപോലെ നമ്മുടെ കഥയിലെ സുന്ദരിയായ നായിക അമ്മിണി ആ മരുഭൂമിയിലെ ഇടവഴിയിലൂടെ ഓടി 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 വന്ന് അവിടെ കിടന്ന് തേങ്ങയിൽ ചവിട്ടി മറിഞ്ഞു വീണു. ഇത് കണ്ട സുപ്രൻ അമ്മിണിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് അമ്മിണിയോട് ചോദിച്ചു, പെണ്ണെ, നിനക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നു? നിന്റെ കാലുണ്ടായിരുന്ന പെണ്ണെ നോക്കിയേ. പെണ്ണെ, നീ നോക്കി, നിന്റെ കാലിന് നല്ല ഒടിവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ സാധാരണ കാല് ഒടിയാറാനുള്ള പതിവ്. ഇല്ല ചേട്ടൻ, എന്റെ കാലൊന്നും പറ്റിയിട്ടില്ലെന്ന്. ചേട്ടൻ നീ ഒന്നുകൂടി നോക്കി നിന്റെ കാൽ. ഇങ്ങനെ സംശയം തോന്നുന്നവർ എന്റെ കയ്യിലുള്ള ഈ മർമാണി കളരിത്തൈലം വാങ്ങി അല്പം കാലിലും കയ്യിലും മുട്ടുകളിലും പുരട്ടി കഴിഞ്ഞിട്ട് കൈമുട്ടുകൾ കാൽമുട്ടുകളുണ്ട്. അത് ഇടിവ്, ചതവ്, ഒടിവ് എന്നിവയെല്ലാം മാറി കാല് വളരെ നേരത്തേക്കാൾ അതിമനോഹരമായി ലഭിക്കുന്നതാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ കുപ്പിക്ക്, ചെറിയ കുപ്പിക്ക് 10 രൂപ, വലിയ കുപ്പിക്ക് വെറും 20 രൂപ. വലിയ ഞാൻ ചെറുതായിട്ടൊന്ന് വഴിമാറിക്കാം. അപ്പൊ അതാ ഞാൻ പറയുന്നത്. കോഴിക്കോട്, ആലപ്പുഴ കൊല്ലം പാലപ്പള്ളി. പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ കൊല്ലം പാലപ്പള്ളി. അങ്ങനെ നമ്മുടെ കഥ വീണ്ടും തുകയാണ്. പെട്ടെന്ന് അതിമനോഹരമായ മറ്റൊരു കൊടും ശബ്ദം. എല്ലാവരും തിരിഞ്ഞു നോക്കി. വീണ് കിടന്ന അമ്മിണിയെ എണീപ്പിച്ചുകൊണ്ട് സുപ്രൻ ഇങ്ങനെ പാടി, മാറോടണച്ചു ഞാൻ പാടാം താമരനൂൽ കൊണ്ടാലോലം, മാറോടണച്ചു ഞാൻ പാടാം
തിരിച്ചു വരികയാണ്. ആരാണ് അയാൾ? ബാബുവല്ലോ, വേറെ ഒരാളാണല്ലോ. അതെ, അത് മറ്റാരുമല്ല, ഒരു അറബി. ആ അറബിയുടെ പേരാണ് അൽത്തുകുൽത്ത് മനോജ്. ആ മനോജ് അവിടെ വന്ന് നേരെ മൈഡ് കിടന്നിരുന്ന അമ്മിണിയോട് ചോദിച്ചു, അൽ അമ്മിണി ഇല്ല ഹിന്ദ ഹിന്ദ മുദ്ദാ ഹിസാബ് വീരല്ല അൽ ഹിദാർ വംബ ഐ ഇല്ല വതുംബ ബർദാരി തബുവ അമ്മ അൽ ഇല്ല വതുംബ ഐസബ. അതെന്താ ആശാനെ പറഞ്ഞത്? അത് വേറെ ആർക്കും മനസ്സിലായില്ല. പണ്ഡിതനായ എനിക്ക് മാത്രമാണ് അത് മനസ്സിലായത്. ആ നബി അമ്മയോട് ഇങ്ങനെ പറയുകയുണ്ടായി, എന്റെ കയ്യിലുള്ള ഈ പാൽക്കായം വാങ്ങും. ഇത് അറേബ്യയിലെ നവാച്ചാർ എന്ന മരത്തിൽ വർഷത്തിൽ 1-2 തവണ ഉണ്ടാകുന്ന കായാണ്. ഈ കായ പറിച്ചെടുത്ത് അരച്ച് കുപ്പിയിലാക്കി ശരീരമാസങ്ങളെ തേച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചുമ, തുമ്മൽ, കഴപ്പ് എല്ലാം മാറി കൈകാലിലുണ്ടാകുന്ന ചൊറിയ ചൊറിച്ചിൽ എന്നിവ മാത്രമല്ല കന്നുകാലികൾക്കുണ്ടാകുന്ന കുളമ്പ് രോഗം വരെ മാറും എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന 20 രൂപയുടെ കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭകരമായി ഇപ്പോൾ കിട്ടും. 10 രൂപയുടെ കുപ്പിയാണ് വാങ്ങിക്കുന്നത്, നിങ്ങൾക്ക് ലാഭം ഉണ്ടാകാൻ കോഴിക്കോട് ഇന്ന് പാലക്കാട് നാളെ കോഴിക്കോട് പെട്ടെന്ന് മറ്റൊരു ശബ്ദം, അതിഘോരമായ ഒരു ശബ്ദം. ആരാണത്? ഒരാൾ കടന്നു വന്നിരിക്കുന്നു, മറ്റാരുമല്ല ബീനുക്കുട്ടൻ, അമ്മിണിയുടെ അമ്മാവൻ ബീനുക്കുട്ടൻ. ബീനുക്കുട്ടനെ കണ്ട ഉടനെ അമ്മിണിയും സുപ്രനും ഓടാൻ തുടങ്ങി. അമ്മിണിയും സുപ്രനും മുമ്പിലോടി, ബീനുക്കുട്ടൻ തൊട്ടുപിറകിൽ. അമ്മിണിയും സുപ്രനും മുമ്പിലോടി, ബീനുക്കുട്ടൻ തൊട്ടുപിറകിൽ. അമ്മിണിയും സുപ്രനും മുന്നിലോടി, ബീനുക്കുട്ടൻ തൊട്ടുപിറകിൽ. അങ്ങനെ ഓടി 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 4 കൂടി ഒരു മുക്കാലവരയിൽ അവർ എത്തി നിന്നു. അവർ ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴത്തോട്ടും നോക്കി. അവർക്ക് വഴി കഴിയാതെ കുഴഴി. അങ്ങനെയായി. അങ്ങനെ വഴിയറിയാതെ കുഴഞ്ഞു നിന്ന് അവർക്ക് ഇത്തരം സംശയം വരുന്നവർക്ക് എന്റെ കയ്യിലുള്ള ഈ ബുക്ക് വാങ്ങിയ ഏതിടവഴികളിലൂടെയും സഞ്ചാര സഹായിയായി ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സവും കൂടാതെ ഏതിടവഴികളിൽ കൂടെയും നിങ്ങൾക്ക് പോവാം. ഈ ബുക്ക് ഇപ്പൊ വായിക്കുന്നവർക്ക് 20 രൂപയുടെ പേന സൗജന്യമായി ലഭിക്കുന്നു. 20 രൂപയുടെ പേന എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ട, സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ അതാ ഞാൻ പറയുന്നത്. പാലക്കാട്, കോഴിക്കോട്, ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അങ്ങനെ ഓടി 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 തളർന്ന് നമ്മുടെ അമ്മയുടെ മുഖമാക്കി ആ വെയിലത്തോടി കരുവാടിച്ച് പണ്ടാരമടങ്ങിപ്പോയി മുഖമാസകനും. ഇങ്ങനെ മുഖമാകെ കരുവാടിച്ച് പണ്ടാരമടങ്ങുന്ന എന്റെ സഹോദരിമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എന്റെ കയ്യിലുള്ള ഈ പൊടി അതിവിശിഷ്ടമായ ഒരു പൊടിയാണ്. നമ്മൾ മുഖം കരുവാളിന് പ്രത്യേകമായിട്ട് ഞാൻ തയ്യാറാക്കിയെടുത്ത ഒരു പൊടിയാണ്. ഇതിങ്ങനെ അല്പം നമ്മൾ ഇങ്ങനെ കുടഞ്ഞ് കയ്യിലേക്ക് ഇടുക. കുടഞ്ഞ് കയ്യിലേക്ക് ഇട്ടതിന് ശേഷം നല്ലവണ്ണം കയ്യിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എവിടെയാണോ കരിവാളിപ്പുള്ളത് അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിവാളിപ്പ് ചുവപ്പും ഒക്കെ മാറി 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുഖം ഉണ്ടെങ്കിലുണ്ട്. ഇനി മറ്റു ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല പ്രോബ്ലം. അവർക്ക് ചിലപ്പോൾ മുഖക്കുരുവിന്റെ പ്രോബ്ലം ആയിരിക്കും, ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ടാവുള്ളൂ. അതിന് വേറെ എന്തെങ്കിലും വരുന്നുണ്ട്. വേറൊരു പൊടി ഞാൻ കരുതിയിട്ടുണ്ട്. ഈ പൊടി പതുക്കെ ഇങ്ങനെ എടുത്ത് 2 കൈ കൊണ്ട് വകഞ്ഞ് മാറ്റി അല്പം കയ്യിലേക്ക് ഇട്ട് കയ്യിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് മുഖക്കുരു ഉള്ള ഭാഗം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖക്കുരു അവിടെ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. ഈ മുഖക്കുരുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, ഇതോടുകൂടി എന്റെ കഥ